വേഗതയിലും സൗകര്യങ്ങളിലും രാജ്യത്തിന്റെ റെയിൽ യാത്രയ്ക്ക് പുതിയ മുഖം നൽകിയ വന്ദേ ഭാരത് ട്രെയിനിൽ വീണ്ടും മാറ്റങ്ങൾ വരാൻ പോകുകയാണ്. യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായി കോച്ചുകളിലും സീറ്റുകളിലും ഉൾപ്പെടെ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയാണ് റെയിൽവേ. നിലവിൽ 8 കോച്ചുകളിൽ 530 സീറ്റുകളുള്ള ബാംഗ്ലൂർ വന്ദേ ഭാരത് സർവീസ് ഇനി മുതൽ 16 കോച്ചുകളിൽ 1128 സീറ്റുകളായി ഉയരുന്നതാണ്. ഇതോടെ വന്ദേ ഭാരതിൽ ടിക്കറ്റ് കിട്ടുന്നില്ലെന്ന പരാതിയിലും പരിഹാരമുണ്ടാകുന്നതായിരിക്കും. കൂടാതെ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നവർക്ക് പ്രയോജനപ്പെടുന്ന ഒന്നാണ് കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതെന്നാണ് വിലയിരുത്തൽ. സീറ്റുകളുടെ എണ്ണം 530-ൽ നിന്ന് 1128 ഉയർന്നതോടെ കൂടുതൽ സുഖകരവും വേഗതയേറിയതുമായ യാത്രാ സൗകര്യം ബാംഗ്ലൂർ എറണാകുളം റൂട്ടിൽ യാഥാർത്ഥ്യമാകുന്നതുമാണ്. ആളുകളുടെ ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ചാണ് റെയിൽവേ കോച്ചുകൾ കൂട്ടിയത്. രാവിലെ 5:50 ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെടുന്ന ഈ വന്ദേ ഭാരത് ഉച്ചയ്ക്ക് 1:50 എറണാകുളം സൗത്തിലെത്തുന്നത്. മടക്ക സർവീസ് എറണാകുളത്ത് നിന്ന് ഉച്ചയ്ക്ക് 2:20 പുറപ്പെട്ട് രാത്രി 11 ബാംഗ്ലൂരിൽ എത്തിച്ചേരുന്നതുമാണ്. അതേസമയം ഓഗസ്റ്റ് 17 മുതലാണ് 14 AC ചെയർ കാർ കോച്ചുകളും 2 എക്സിക്യൂട്ടീവ് ചെയർ കാർ കോച്ചുകളും ഉൾപ്പെടെയുള്ള 16 കോച്ചുകളുമായി ഈ വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത്. ബുധനാഴ്ചകളിൽ ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് നടത്തുന്നതായിരിക്കും. അതേസമയം ചെന്നൈ ആസ്ഥാനമായുള്ള ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ 24 കോച്ചുകളുള്ള വന്ദേ ഭാരത് സ്ലീപ്പർ ഒരുങ്ങുന്നതായാണ് വിവരം. ജനുവരിയിൽ ഹൗറയ്ക്കും കാമാഖ്യയ്ക്കും ഇടയിൽ ഇന്ത്യയിലെ ആദ്യത്തെ 16 കോച്ച് വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് വിജയകരമായി ആരംഭിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ പുതിയ ട്രെയിൻ സെറ്റിന്റെ നിർമ്മാണത്തെക്കുറിച്ച് സ്ഥിരീകരണമുണ്ടായിരിക്കുന്നത്. ഇത്തരം 50 ട്രെയിൻ സെറ്റുകൾ നിർമ്മിക്കുമെന്നാണ് സൂചനകൾ. ISF ജനറൽ മാനേജർ മജീഷ് അഗർവാൾ ആയിരുന്നു ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നൽകിയത്. കോച്ച് ഘടന, കോച്ചുകൾ തമ്മിലുള്ള ബന്ധിപ്പിക്കലുകൾ, ഉപകരണങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന 24 കോച്ചുകളുള്ള വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ നിർമ്മാണ രേഖകൾ തയ്യാറാണെന്നാണ് അഗർവാൾ വ്യക്തമാക്കിയത്. അധികം വൈകാതെ 24 കോച്ചുകളുള്ള വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സെറ്റിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും മജീഷ് അഗർവാൾ വിശദീകരിച്ചിരുന്നു. വന്ദേ ഭാരത് 2019 ആരംഭിച്ചതു മുതൽ 2026 മാർച്ച് വരെയുള്ള കണക്കുകൾ പ്രകാരം 1,00,000-ലധികം ട്രിപ്പുകളിലായി 9.1 കോടിയിലധികം യാത്രക്കാരാണ് സഞ്ചരിച്ചത്. അതുകൊണ്ട് തന്നെ യാത്രക്കാരുടെ എണ്ണം കണക്കിലെടുത്ത് ഈ പരിഷ്കാരങ്ങൾ പ്രയോജനപ്രദമാക്കുന്നതുമായിരിക്കും. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി